ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു നോമ്പ് ദിവസം. അപ്പോൾ എനിക്കിന്നൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വരുമ്പോഴേ ഞാൻ ഒരു കടയിലൊക്കെ കയറിയിട്ട് ഒരു വത്തക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയേക്ക് തന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ മോള് കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മോള് പാവം പ്രയാസപ്പെട്ടിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും അത് മുറിഞ്ഞ് കിട്ടിയിട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം മാറ്റിയെടുത്ത് ബാക്കിയുള്ളത് അവൾ തന്നെ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഒരു ഡ്രൈ ആയ മാതിരി ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം കഴിച്ച് നോക്കിയപ്പോൾ കേട്ടോ അടിപൊളിയായിരുന്നു. നല്ല മധുരമൊക്കെ ഉള്ളൊരു വത്തക്കയായിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ മുസമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാവും. എനിക്കിതുപോലെ തന്നെ പള്ളിയിലും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഞാൻ ആക്കി വീട്ടിലേക്കും അപ്പോൾ അതുപോലെ തന്നെ അവിടേക്കുള്ളത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചൂട് കാരണം എല്ലാതും പുറത്തുനിന്ന് തന്നെ റെഡിയാക്കിയതിന് ശേഷം അകത്തൊക്കെ സെറ്റാക്കി വെക്കാറുള്ളത് കേട്ടോ. ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ചൂട് കാരണം ആപ്പിളിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആപ്പിളും മുസമ്പിയും ഒക്കെ ഒപ്പം കട്ട് ചെയ്ത് വെക്കണതുകൊണ്ട് തന്നെ ആപ്പിളിന് കളർ ചേഞ്ച് ഒന്നും ആവാറില്ല. പിന്നെ ആവശ്യമുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബൗളിലാക്കിയിട്ട് റെഡിയാക്കി വെക്കാറുള്ളത്. ഇതുപോലെ ഒക്കെ ഒരു ബൗളിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം കഴിയുമല്ലോ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ഒഴിവാക്കാമല്ലോ. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് പൊരിക്കടി ഉണ്ടാക്കുന്നുണ്ട്. അതിക്കുള്ള കടലമാവും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ബജിക്കുള്ളതാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് കാണുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഇതുപോലെ മുളക് ബജി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും ഒരേ മാതിരിയാണല്ലോ എപ്പോഴും മുളക് ബജി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു മുളക് ബജിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മാവൊക്കെ ഉണ്ടാക്കി വെച്ചതിലാണ് ഈ പിന്നെ മുളക് ബജി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ മുളകിൽ ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ മാവൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ചാനലിൽ ഇതുപോലെ കാണണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് കൽമാസാണ്, ചിക്കൻ കൽമാസാണ് കേട്ടോ. ചിക്കൻ കൽമാസ ആദ്യം തന്നെ ഇങ്ങനെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ആവി കയറ്റി എടുത്തിട്ടാണ് ഞാനിപ്പോൾ ആവിയൊക്കെ ഒന്ന് കയറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് കൽമാസ അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ മുളക് പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കാണിച്ചിട്ടില്ല. ഇനി കട്ട്ലറ്റാണ്, ചിക്കൻ കട്ട്ലറ്റാണ്. ഇതുപോലെ തന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പണിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കലുള്ളത്. കുറേ ദിവസത്തിനുള്ളതൊന്നും സെറ്റാക്കൂല. അന്നുള്ളത് രാവിലെ സെറ്റാക്കിയിട്ടാണ് പോകാറുള്ളത് കേട്ടോ. പിന്നെ പത്തിരിയാണ്. എനിക്ക് ഒട്ടും പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ എനിക്കിന്ന് ഉസ്താദിന് പത്തിരി കൊടുത്തയക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഞാൻ പത്തിരി ഒന്ന് സെറ്റാക്കിയതാണ്. കുറച്ച് പത്തിരിയാണ് സെറ്റാക്കിയിട്ടുള്ളത്. പൊടിയൊക്കെ വാട്ടിയെടുക്കുമ്പോൾ കട്ടൊക്കെ ആയിട്ടുണ്ടാവും. കുറേ ആളുകൾ പല രീതിയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. കാരണം പല രീതിയിൽ നോക്കിയിട്ടും പൊടിയിലൊക്കെ കട്ട ഉണ്ടാവാറുണ്ട്. അതൊക്കെ എടുത്ത് കുറേ സമയം പിടിച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കുക. ഒട്ടും പത്തിരി വട്ടാവാറൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു ഐഡിയ ചെയ്യാറുള്ളത് ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ റൗണ്ടിൽ തന്നെ എല്ലാ പത്തിരിയും കിട്ടും. പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും അതുപോലെ നന്നായിട്ട് പൊള്ളക്കൊക്കെ ചെയ്യും കേട്ടോ. പത്തിരി നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടും. ഇതുപോലെ അല്ലാതെ ഒരേ ആകൃതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി ആ ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് പത്തിരിയൊക്കെ അപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ചുടുമ്പോൾ തന്നെ കാണാം. നല്ല സോഫ്റ്റിന് തന്നെ നന്നായിട്ട് ഒറ്റ ഇതിൽ തന്നെ പൊന്തിയെടുക്കും. പിന്നെ പത്തിരി ചുടുന്ന സമയത്തുള്ള ഐഡിയ ഈ ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്നതിന് ശേഷം ഒറ്റ മറിച്ചതിന് തന്നെ ഒറ്റ പൊള്ള വരും. അപ്പോൾ തന്നെ കണ്ടോ ഒറ്റ പൊള്ളനായി. ഇതുപോലെ 2 മറിക്കൽ മാത്രമേ പത്തിരി മറിക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ ഒരു ഐഡിയ ആണ്. അതൊക്കെ അറിയാമെങ്കിലും പത്തിരി ഇതുവരെ വാട്ടിയിട്ട് നന്നായിട്ടില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ ഒരു ഐഡിയയിലൊക്കെ പത്തിരി വാട്ടിയെടുക്കാറുള്ളത്.
ചിലപ്പം ശരിയാവും, ചിലത് ശരിയാവാറില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ പത്തിരി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് പത്തിരി തേങ്ങ അരച്ച കോഴിക്കറിയും കേട്ടോ. പിന്നെ ഞാൻ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓട്ടട ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഓട്ടട ഉണ്ടാക്കണ നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ഓട്ടട പാരുന്ന സമയത്ത് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓർഡറൊക്കെ മാഷാല്ലാ അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട്. അതിപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ഓർഡറിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അതിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഒന്നും ഇതാ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും മാഷാല്ലാ അന്നത്തെ ദിവസം സൂപ്പറായിരുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല ദിവസമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.